ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം സച്ചിയാണെങ്കിൽ കാർ വാടകയ്ക്കെടുത്ത് ഓട്ടം പോകുന്നത് ഒരു കാനഡക്കാരിക്ക് വേണ്ടിയാണ്. അവർ ഒരു ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഒരു 10-15 ദിവസത്തെ ലീവുണ്ട് അവർക്ക്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും കാർ വാടകയ്ക്ക് വിളിക്കുന്നത് സച്ചിയുടെ കാറാട്ടോ. അതുകൊണ്ട് തന്നെ സച്ചിയും അവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം തന്നെ ഉണ്ടായിരുന്നു. സച്ചിക്കാണെങ്കിൽ ഇത് സുധിയുടെ മുൻ കാമുകി നീലിമയാണെന്നൊന്നും അറിയേയില്ല. ഇവർക്ക് വേണ്ടിയാണ് സുധി രേവതിയെ കല്യാണം കഴിക്കാതെ ഒളിച്ചോടിയത്. ഇവളാണെങ്കിൽ സുധിയെ ഒഴിവാക്കി 50 ലക്ഷം മാത്രം എടുത്ത് നാടുവിടുകയും ചെയ്തു. അങ്ങനെ രേവതിയും രേവതിയുടെ അമ്മയും അനീതിയൊക്കെ പൂക്കടയിൽ ഇരുന്ന് ജോലി ചെയ്യുക കേട്ടോ. ആ സമയത്താണ് സച്ചി അവിടെ എത്തുന്നത്. സച്ചിയുടെ മുഖത്ത് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ രേവതി കാണുന്നുണ്ട്. ആരാ തന്നേന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിനക്കും ഒരെണ്ണം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് സച്ചിയുടെ രേവതിയുടെ മുഖത്തുമൊക്കെ വെക്കുന്നുണ്ട്. ഇത് ആരാ തന്നതെന്നൊക്കെ പറയാന്നൊക്കെ രേവതി പറയുമ്പോൾ സച്ചി രേവതിക്ക് മൊബൈലിൽ നിന്നും നീലിമയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതി ഇത് കാണുമ്പോൾ വർഷയോട് ചോദിക്കുന്നുണ്ട്, ഈ പെണ്ണിനെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ വർഷ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് അന്ന് കല്യാണത്തിനുണ്ടായിരുന്നതല്ലേ, സുധിയോട് ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട ആളല്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കേ, ആ പെണ്ണ് തന്നെയാണോ ഇത്? ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ അതെ ആ പെണ്ണ് തന്നെയാണ് ഇത്. ഞാൻ സംശയം തോന്നി ഇവരെ ഫോളോ ചെയ്തായിരുന്നു. അപ്പോൾ ഫോണിൽ നീലിമയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോഴാണ് എനിക്ക് അവളുടെ പേര് നീലിമയാന്നൊക്കെ മനസ്സിലായത്. ഇത് കേൾക്കുമ്പോൾ രേവതിയൊക്കെ പറയുന്നുണ്ട്, ശരിയാ, സുധി മുമ്പ് സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെ പേര് നീലിമ എന്നല്ലേ? അതെ അതെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി നീലിമയുടെ ഫ്ലാറ്റ് ചെല്ലുകയാണ്. സച്ചിയെ കണ്ടപ്പോൾ നീലിമ, ഞാനൊന്നും വിളിച്ചില്ലല്ലോ, ഇന്ന് കാറൊക്കെ ഒന്നും വേണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, കാർ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ പണം തിരികെ തന്നാൽ മതി. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏത് പണത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? അങ്ങനെയൊക്കെ നീലിമ പറയുമ്പോൾ, നിങ്ങളുടെ പേര് നീലിമ എന്നല്ലേ, നിങ്ങൾക്ക് സുധിയെ അറിയോ? അത് കേൾക്കുമ്പോൾ നീലിമ സുധി എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അതെ സുധി, നിങ്ങളുടെ മുമ്പത്തെ ലവർ, എൻ്റെ സഹോദരനാണവൻ. നീ ഒരുത്തനെ തേച്ച് ഈ നാട് വിട്ടില്ലേ, അതെൻ്റെ സഹോദരനാണ്. ഓ, നീ സുധിയുടെ സഹോദരനാണോ? അതെനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നീലിമ പറയുന്നുണ്ട്. അപ്പം നീ എടുത്തുകൊണ്ട് പോയ എൻ്റെ കാശില്ലേ, അത് എൻ്റെ അച്ഛൻ്റെ കാശാണ്, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. അത് നിൻ്റെ അച്ഛൻ്റെ കാശാണ്, അതെനിക്കറിയാലോ, നിൻ്റെ റിട്ടയർമെൻറ്റ് കാശ്. ഓ, അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ ആ കാശ് കൊണ്ടുപോയത്? എൻ്റെ അച്ഛൻ്റെ 35 വർഷത്തെ വിയർപ്പാണ് ആ കാശ്. ആ കാശ് എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. അപ്പം നീലിമ പറയുന്നുണ്ട്, ഞാൻ സുധിക്ക് 50 ലക്ഷം മൊത്തം കൊടുത്തല്ലോ പലിശയോടെ. ലാസ്റ്റ് ഈ ടൈമിൽ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോഴായിരുന്നു സുധി എന്നെ കണ്ടത്. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എന്നെ കൂട്ടിക്കൊണ്ടും പോയി. സുധിയും വൈഫും എന്നോട് 50 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും ചേർത്ത് വാങ്ങി. ഇതൊന്നും മനസ്സിലാകാതെയാണോ നീ എൻ്റെ അടുത്ത് വന്ന് കാശ് ചോദിക്കുന്നത്? ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോഴും അവൻ്റെ ഫാമിലിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തു നിന്ന് പൈസ വാങ്ങിയ കാര്യം നിങ്ങളോട് ആരോടും അവൻ പറഞ്ഞില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവനെ ഉപേക്ഷിച്ചു പോയത്. ഇന്ന് ഫാമിലിയെ പറ്റിക്കുന്ന ഒരുത്തൻ നാളെ എന്നെയും പറ്റിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛന് ചെന്ന് ചേരേണ്ട പൈസയാണത്. അവരത് സ്വന്തമായിട്ട് എടുത്തിട്ട് ഒരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പൈസയും കൊണ്ടൊക്കെ ആയിരിക്കും തുടങ്ങിയത്. എന്നാലും അവരോട് ചോദിച്ചപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പൈസ കൊടുത്താന്നൊക്കെയാണ് പറഞ്ഞത്. നിൻ്റെ ചേട്ടനേക്കാളും ഡേഞ്ചർ നിൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. അവരായിരിക്കും ഈ ഐഡിയ ഒക്കെ ശ്രുതിക്ക് പറഞ്ഞു കൊടുത്തത്. അവരാണ് എന്നെ പാർലറിൽ പോകുമ്പോൾ ബ്ലോക്ക് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അവിടെ ചെന്ന് പൈസ പലിശയോടുകൂടി വാങ്ങിയതും അവരാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ വീട്ടിൽ എന്തായാലും ഇതൊരു പ്രശ്നമാക്കണം. നീ എന്തായാലും ഒരു കാര്യം ചെയ്യേ, ഇത് വീട്ടിൽ വന്ന് പറ. ഞാൻ എന്തിനു പറയണമെന്നൊക്കെ നീലിമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ വീട്ടിലുള്ളവർ വിശ്വസിക്കില്ല. സുധി എന്തെങ്കിലും കള്ളത്തരം പറയും. ഇനി പോലീസുകാരെ കൊണ്ട് പറയിപ്പിച്ചാലും അത് ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നൊക്കെ പറയും. അതുകൊണ്ട് നീ തന്നെ വീട്ടിൽ വന്ന് സത്യം പറയണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അവരോട് 2 പേരോടും തീർക്കേണ്ട ഒരു കണക്കുണ്ട്. ശരി, ഞാൻ തന്നെ പറയാമെന്നൊക്കെ നീലിമ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ ധൃതി വീട്ടിൽ ചെന്നിട്ട് രേവതിയോടൊക്കെ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട്, നിങ്ങൾ പോയ കാര്യം ശരിയായോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ശരിയായി, എല്ലാവരും വരട്ടെ എന്നൊക്കെ സച്ചി പറഞ്ഞ് സച്ചി എല്ലാവരെയും വിളിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി ഹാളാണെങ്കിൽ ഒരു കോടതി പോലെയൊക്കെ ആക്കുന്നുണ്ട്. ജഡ്ജിനെ ആക്കുന്നത് അമ്മയാണ് ഇതൊക്കെ തീർപ്പാക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാണെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും ഇങ്ങനെ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്.
അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ 35 വർഷം കഷ്ടപ്പെട്ട് 50 ലക്ഷം രൂപയുണ്ടാക്കി. ആ 50 ലക്ഷം രൂപയും കൊണ്ട് സുധി പോവുകയും ചെയ്തു. എന്നിട്ട് അത് സുധിയുടെ കാമുകിയായ നീലിമയ്ക്ക് കൊടുത്തു. ആ 50 ലക്ഷത്തിൻ്റെ ഉത്തരവാദി അപ്പോൾ ശരിക്കും സുധിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട്, ആ പൈസ ആ പെണ്ണ് കൊണ്ടുപോയില്ലേ, ഇനിയിപ്പോൾ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ഇനിയാണ് കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ സച്ചി കഥ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ദേഷ്യത്തോടെ ഇവന് ഭ്രാന്ത, ഏതോ സിനിമാ കഥ പറയുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യുക, എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, നീലിമ പൈസ കൊണ്ടുപോയതെന്നുള്ളത് സത്യമാണ്, പക്ഷെ പൈസ തിരിച്ച് കിട്ടിയില്ല എന്ന് പറയുന്നത് നുണയാണ്. ആ 50 ലക്ഷം ഇവർക്ക് തിരിച്ച് കിട്ടി, പലിശയോടെ ഇവർക്ക് തിരിച്ച് കിട്ടി. അത് ഇവൻ വാങ്ങുകയും ചെയ്തു. ഇവൻ മാത്രമല്ല, രണ്ടാമതൊരു കുറ്റവാളി കൂടിയുണ്ട്. ആ രണ്ടാമത്തെ കുറ്റവാളിയാണ് ശ്രുതി. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ശ്രുതിയും ചേർന്നാണ് ആ പൈസ വാങ്ങിയത്. സച്ചി പറയുന്നത് സത്യമാണോ എന്നൊക്കെ അച്ഛൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ഇവൻ വെറുതെ പറയുന്നതാ, അങ്ങനെ എനിക്കാരും പൈസയൊന്നും തന്നിട്ടില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പം നീ എന്തിനാ നുണ പറയുന്നത്, നിനക്ക് ശ്രുതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് കൊണ്ട് ഇരിക്കണോ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ചന്ദ്രമതി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതലേ ഇവൻ ഇങ്ങനെയാണ്, ഇവൻ എപ്പോഴും ശ്രുതി ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും, അത് സച്ചിയുടെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ ചന്ദ്രമതിയും പറയുകയാണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും സാക്ഷിയെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചി നീലിമയെ വിളിക്കുന്നുണ്ട്. നീലിമയെ കാണുമ്പോൾ ശ്രുതിയും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, നിങ്ങളുടെ പയ്യൻ ലവ് ചെയ്തത് എന്നെയാണ്, നിങ്ങളുടെ പയ്യൻ്റെ കൂടെ ലിവിങ് റിലേഷൻഷിപ്പ് ചെയ്തത് ഞാനാണ്, എന്നാലും ആ പൈസ കൊണ്ട് ഞാൻ പോകാൻ പാടില്ലായിരുന്നു, അത് ഞാൻ ചെയ്ത തെറ്റാണ്. എന്നിരുന്നാലും ഞാൻ 55 ലക്ഷമായി ഇവർക്കത് തിരിച്ചു കൊടുത്തു. ഈ പൈസ മൊത്തം വാങ്ങിയത് ശ്രുതിയുടെ വൈഫാണ്. 5 ലക്ഷം രൂപ പലിശയോട് കൂടി വാങ്ങിയതും ശ്രുതിയുടെ വൈഫാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി നല്ലോണം ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവൾ നുണ പറയുവാണ്, സച്ചിയും ഇവളും കൂടി കഥ മെനയുകയാണെന്നൊക്കെ ശ്രുതി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നീലിമ സ്റ്റേഷനിൽ പൈസ കൊടുത്തതിൻ്റെ തെളിവും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വീട്ടുകാരെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട ചന്ദ്രമതി രൂക്ഷമായി ദേഷ്യത്തോടെ ശ്രുതിയെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ശ്രുതി പുതിയ ഷോറൂം തുടങ്ങിയതും അതിന് ശ്രുതിയുടെ മലേഷ്യയിലുള്ള അച്ഛൻ പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് നുണയാണെന്ന് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പൈസ ശരിക്കും രവീന്ദ്രൻ്റെയാണ്. ഇത് സച്ചി പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ലെന്ന് ശ്രുതി പറയാൻ ശ്രമിക്കുമ്പോൾ ഇവൾക്കെല്ലാം അറിയാം. ഞാൻ പാർലറിൽ പോകുന്നതും പോലീസിനെ വിളിച്ചതും സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു പോയതൊക്കെ ഇവളാണെന്നും ശരിക്കും ശ്രുതിയല്ല എന്നോട് പൈസ വാങ്ങിയതും ശ്രുതിയാണെന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചെയ്തത് വലിയ തെറ്റാണ്, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നീലിമ അവിടുന്ന് പോവുകയാണ്. ശ്രുതിയെയും വീട്ടിലുള്ള എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ പൈസയിലാണോ നിങ്ങൾ ഷോറൂം തുടങ്ങിയത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ലയെന്ന് രവീന്ദ്രനും വർഷമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ നീ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചതെന്ന് ചോദിച്ച് ശ്രുതിയെ ഒരുപാട് തല്ലുകയും വഴക്കു പറയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലും എല്ലാം ചെയ്തത് ശ്രുതിയാണെന്നും ഷോറൂം തുടങ്ങിയത് ശ്രുതിയുടെ ഐഡിയ ആണെന്നും വീട്ടിൽ പറയരുതെന്ന് പറഞ്ഞെന്നും അച്ഛൻ മലേഷ്യയിൽ നിന്ന് തന്ന പൈസയാണ് എടുത്തതെന്ന് പറയാൻ പറഞ്ഞെന്നും എല്ലാം ശ്രുതി പറയുന്നുണ്ട്. ഇതും കൂടി കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ പൊതിരം തല്ലുകയാണ്. നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് തന്ന പൈസ എന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ ഇത്രയും കാലം പറ്റിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ശരിക്കും എൻ്റെ ഭർത്താവിൻ്റെ പൈസയല്ലേ, ഈ പൈസ ഇവിടെ തന്നിട്ട് ഷോറൂം തുടക്കാൻ പൈസ ചോദിച്ചാൽ ഞങ്ങൾ തരില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ ഇനിയും ശ്രുതിയെ പാർക്കിൽ കിടത്താൻ എനിക്ക് വയ്യ, ഇത്രയും കാലം നിങ്ങൾ ഒന്നും ചെയ്തില്ല, ഇനിയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരിക. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ പൊതിരെ തല്ലിയിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയാണെ പറയുന്നുണ്ട്, ഇതിന് ശ്രുതിയെ മാത്രം തല്ലിയാൽ മതിയോ, ശ്രുതിയും ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട, ഇവൾ എന്നോട് ഭയങ്കരമായിട്ട് എതിര് പറയുന്നു, എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെയാണ് ഇവൾ പറയുന്നത്, ഇവൾ വന്നതുകൊണ്ടാണോ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, അതിനു മുമ്പ് ഇവൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി വീണ്ടും ശ്രുതിയെ തല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിനി നിന്നെ ഒരിക്കലും കാണണ്ട, നീ ഇവിടുന്ന് പോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയെ തല്ലുന്നതോടനുസരിച്ച് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.